ഹലോ സ്റ്റുഡൻസ്, നമ്മൾ സ്ട്രക്ചർ ഓഫ് ഫാക്ട് എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ ഒരു ക്ലാസ് നമ്മൾ എടുത്തിരുന്നു. നമ്മൾ 1.5 മണിക്കൂർ ക്ലാസ് എടുത്തിരുന്നല്ലോ അല്ലേ? നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും വിചാരിക്കുന്നു. സോ അവിടെ നമ്മൾ ഇലക്ട്രോൺ എന്ന് പറയുന്ന ഫണ്ടമെൻ്റൽ പാർട്ടിക്കിളിനെ കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തു. ആൻഡ് അവിടെ ഞാൻ പറഞ്ഞിരുന്നു ഇലക്ട്രോണിനെ കണ്ടുപിടിച്ചയാളുടെ പേര് ജെ തോംസൺ എന്നാണ്. ഓർക്കുന്നുണ്ടോ നിങ്ങൾ? അപ്പോൾ നിങ്ങൾ ചോദിച്ചു, സാർ അതെങ്ങനെ കണ്ടുപിടിച്ചിരുന്നതാണ്? അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു കാഥോഡ് റേ ട്യൂബ് എക്സ്പെരിമെൻറ്റ് എന്ന് പറയുന്ന ഒരു എക്സ്പെരിമെൻറ്റ്, അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു പേര് പറഞ്ഞത് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ് വിളിച്ചിരുന്നു. ആ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റിൻ്റെ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ അതിനൊരു പിക്ചർ ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ആ ഒരു എക്സ്പെരിമെൻ്റൽ അപ്പാരറ്റസിൻ്റെ ഒരു ഉപയോഗം എങ്ങനെ നമുക്ക് നോക്കാം. ആ ഒരു എക്സ്പെരിമെൻ്റൽ അപ്പാരറ്റസ് എങ്ങനെയാണ് അദ്ദേഹം അറേഞ്ച് ആക്കിയത് നമുക്ക് നോക്കാം. അതിലുപരി ഒന്നുകൂടെ അറിയാനുള്ള കാരണം, നമുക്ക് ഈ ഒരു എക്സ്പെരിമെൻ്റ് തുടങ്ങി വെച്ചത് മൈക്കൽ ഫാരഡെ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ്. ഓക്കെ, തുടങ്ങിയത് ഇങ്ങനെയാണെങ്കിലും അതിനെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത ആളാരാ? അത് ജെ തോംസൺ ആണ്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞത് ഇലക്ട്രോണിനെ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ് എന്ന് പറഞ്ഞത്. ഓക്കെ, സോ നമ്മളന്ന് ഡിസ്കസ് ചെയ്തിരുന്നു കാര്യങ്ങളൊക്കെ അല്ലേ? അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഗ്ലാസ് ട്യൂബ് ഉണ്ട്. ആ ഗ്ലാസ് ട്യൂബ് നമ്മൾ എന്ത് ചെയ്തു? കംപ്ലീറ്റ്ലി ഇവാക്യുവേറ്റ് ചെയ്തു ബൈ യൂസിങ് എ വാക്യൂം പമ്പ്. നമ്മൾ പഠിച്ചിരുന്നത്. അതോടൊപ്പം നമ്മൾ പറഞ്ഞിരുന്നു അവിടെ ഇലക്ട്രോഡ് ഉണ്ട്. ആ ഒന്നിൻ്റെ പേരെന്താ? ആനോഡ് എന്നാണ്. മറ്റേയാളുടെ പേരെന്താ? കാഥോഡ് എന്നാണ് പറഞ്ഞിരുന്നത് അല്ലേ? ഓക്കെ, നമ്മളന്ന് ബുക്കിൽ വെച്ചതിന് നേരെ ഓപ്പോസിറ്റ് ആണെന്ന് മാത്രം ഇവിടെ ഇരിക്കുന്നത് കേട്ടോ, ശ്രദ്ധിക്കുക ആ കാര്യം. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ആനോഡ് നമ്മൾ പോസിറ്റീവായിട്ടും കാഥോഡ് നമ്മൾ നെഗറ്റീവായിട്ടുമാണ് കാണിക്കാറുള്ളത്. റെഡി? അതേസമയം നെഗറ്റീവ് ചാർജ് എവിടെ കൊണ്ട് കണക്ട് ചെയ്യും? ബാറ്ററിയുടെ നെഗറ്റീവിലും, അതേപോലെ പോസിറ്റീവ് ടു ദ പോസിറ്റീവ് ഓഫ് ദ ബാറ്ററി, നമ്മളത് പറഞ്ഞിരുന്നു. ഓക്കെ, ഇനി നമ്മൾ ചിന്തിക്കാനുള്ള കാര്യം, ഇവിടെ ഈ പറയുന്ന കാഥോഡിൻ്റെ ഭാഗത്ത് നിന്ന് ആനോഡിൻ്റെ ഭാഗത്തേക്ക് ചില റേസ് പാസ് ചെയ്യും. അപ്പോൾ ഇവർ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുണ്ട് ഒരു ഗ്രീൻ കളറിൽ കാണിച്ചിട്ടുണ്ട്. സോ ആ പോകുന്ന ആളാണ് എന്ത്? കാഥോഡ് റേസ് എന്ന് പറയുന്ന ആൾ. റെഡി? അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്ന ഒരു സിങ്ക് സൾഫൈഡ് സ്ക്രീൻ ഞാൻ ക്ലാസ് കാണിച്ചിരുന്നു. ആ സിങ്ക് സൾഫൈഡ് സ്ക്രീനിൽ തട്ടുന്ന സമയത്ത് അവിടെ ഒരു ഗ്രീനിഷ് ഗ്ലോ ഉണ്ടായിട്ടുണ്ട് കേട്ടോ നിങ്ങൾ. ആ ഗ്രീനിഷ് ഗ്ലോ ആണ് നമുക്ക് എന്ത് ചെയ്യുക? ഈ പറയുന്ന കാഥോഡ് റേസ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു എന്ന് നമ്മളെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു ഫാക്ടർ. ഓക്കെ, സോ നമുക്കിതിൻ്റെ ബാക്കിയാണ് ഇനി പറയാനുള്ളത്. നമ്മൾ അന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇതിൽ ഈ പറയുന്ന കാഥോഡ് റേസിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ 5 ഡിസ്കസ് ചെയ്തു. ആ 5 എന്തൊക്കെയായിരുന്നു? ഒന്ന്, ദേ ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് ഹൈ വെലോസിറ്റി. രണ്ടാമത്തെ കാര്യം പറഞ്ഞത് ഇവർക്ക് നെഗറ്റീവ് ചാർജാണ്. പിന്നെ പറഞ്ഞു ഇവർക്ക് പാർട്ടിക്കിൾ നേച്ചർ ഉണ്ടെന്ന് പറഞ്ഞു. ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? മറ്റൊന്ന് നമ്മൾ പറഞ്ഞു എന്തായിരുന്നു? അവിടെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡോ മാഗ്നറ്റിക് ഫീൽഡോ കൊടുക്കുകയാണെങ്കിൽ അവരെ നമുക്ക് ഡിഫ്ലക്ഷൻ പോസിബിൾ ആണ്. വെച്ചാൽ ഈ നേരെ പോകുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാം? ദേ ക്യാൻ ഗോ ത്രൂ ദിസ് വേ ഓ ദേ ക്യാൻ ഗോ ത്രൂ ദിസ് വേ. അങ്ങനെ എന്ത് ചെയ്യാം? അവർക്ക് ഡിഫ്ലക്ഷൻ ഉണ്ടാവാം. അപ്പോൾ ആ ഡിഫ്ലക്ഷൻ നമുക്ക് എന്ത് ചെയ്യാം? മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഒന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇതിനകത്ത് നമ്മൾ ഫില്ല് ചെയ്യുന്ന ഗ്യാസ് ഏതാണെങ്കിലും നമ്മൾ പറഞ്ഞല്ലോ അല്ലേ, ഈ വാക്യൂം പമ്പ് വെച്ച് നമ്മൾ എന്ത് ചെയ്യും? ഈ പറയുന്നതിലുള്ള എല്ലാ ആൾക്കാരെയും ഒഴിവാക്കിയിട്ട് നമ്മളൊരു ഗ്യാസിനെ ഫില്ല് ചെയ്യും. ആ ഫില്ല് ചെയ്യുന്ന ഗ്യാസ് ഏതും ആവാം. ഓക്കെ, അപ്പം ആ ഗ്യാസ് ഏതാണെങ്കിലും ഈ പറയുന്ന കാഥോഡ് റേസിൻ്റെ പ്രോപ്പർട്ടീസിനെ അതൊന്നും ബാധിക്കുന്നില്ല. നമ്മൾ ഇത്രയും കാര്യം ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി എനിക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യം, ഈ നമ്മൾ പറഞ്ഞ പ്രോപ്പർട്ടീസിൽ ഒരു പ്രോപ്പർട്ടി ആയിരുന്നു എന്ത്? ഇവർക്ക് നെഗറ്റീവ് ചാർജാണ്. അഥവാ നമ്മുടെ കാഥോഡ് റേസിൻ്റെ ചാർജ് അത് നെഗറ്റീവാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? കാഥോഡ് റേസ് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ് എന്ന് പറഞ്ഞു. സോ how he could understand that the cathode rays are negatively charged particles? നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ആ കാര്യം. സോ അത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലേക്ക് ഒന്ന് പോവാം. സോ ഇവിടെ നിങ്ങൾക്കൊരു പിക്ചർ കാണാൻ വേണ്ടി പറ്റും. ഇത് അദ്ദേഹം നടത്തിയ എക്സ്പെരിമെൻറ്റിൻ്റെ മറ്റൊരു ഗ്ലാസ് ട്യൂബാണിത്. ഇതും ഒരു ഗ്ലാസ് ട്യൂബ് തന്നെയാണ്. ആ ഗ്ലാസ് ട്യൂബാണ് അദ്ദേഹം കാണിച്ചിരിക്കുന്നത് കേട്ടോ, ശ്രദ്ധിക്കുക. ആ ഗ്ലാസ് ട്യൂബിനകത്തും അദ്ദേഹം എന്ത് കാണിച്ചിട്ടുണ്ട്? ദാ ഇവിടെ കാഥോഡ് കാണാം, അതേപോലെ ആനോഡ് കാണാം. And these two cathode and anode, അഥവാ these two electrodes are connected to a high potential battery, അഥവാ ഹൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ കൊടുക്കുന്നത് അറൗണ്ട് 10K അഥവാ 10,000 വോൾട്ടേജ് ഉള്ള ബാറ്ററി മേലെ നമ്മൾ എന്ത് ചെയ്യുന്നത്? കണക്ട് ചെയ്യുന്നത്. ശരി, അതിനുശേഷം
ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു യെല്ലോ ലൈൻ കാണിച്ചിട്ടുണ്ട്. ദിസ് യെല്ലോ ലൈൻ റെപ്രസെൻറ്റ്സ് ദ കാഥോഡ് റേസ് അല്ലേ? കാഥോഡ് റേസ് ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോവുകയാണ്. ഇവിടെ നിന്ന് കാഥോഡിൻ്റെ ഭാഗത്തുനിന്ന് ആനോഡിൻ്റെ ഭാഗത്തേക്ക് പോവാം. ആൻഡ് ഹിയർ വി ഹാവ് എ സിങ്ക് സൾഫൈഡ് സ്ക്രീൻ. നമ്മളന്ന് പറഞ്ഞിരുന്നു ഒരു സിങ്ക് സൾഫൈഡ് സ്ക്രീൻ കാണിക്കുന്നു. അപ്പോൾ ഞാൻ ഈ കാണിച്ച റെഡ് ലൈൻ എന്താണ്? അത് സിങ്ക് സൾഫൈഡ് സ്ക്രീനിൻ്റെ ഭാഗമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന കാഥോഡ് റേസ് എന്ത് ചെയ്യും? ഇവിടെ തട്ടിയിട്ട് റിഫ്ലക്റ്റ് ചെയ്യും. സോറി, അവരവിടെ നിന്ന് എന്ത് ചെയ്യും? സ്പാർക്ക് ഉണ്ടാക്കും. നമ്മൾ പറഞ്ഞിരുന്നു ഒരു ഗ്രീനിഷ് ഗ്ലോ പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞില്ലായിരുന്നോ? ഓക്കെ, സോ ആ ഗ്രീനിഷ് ഗ്ലോ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ശരി, ഇതുപോലെ തൊട്ട് മുമ്പത്തെ പിക്ചറിൽ നമ്മൾ കണ്ടിരുന്നു. ഇവിടെ ഈ പിക്ചർ നോക്കിയാൽ നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഒരു ഗ്രീനിഷ് ഗ്ലോ. നിങ്ങൾ കണ്ടില്ലേ? ആ ഗ്രീനിഷ് ഗ്ലോ ആണെന്ത് നമ്മൾ അപ്പുറത്തും കാണുക. അപ്പോൾ ഇവിടെ ഈ ഗ്ലാസ് ട്യൂബിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ്. തൊട്ടപ്പുറത്ത് നമ്മൾ കണ്ടിരുന്ന ഗ്രീനിഷ് ഷേപ്പ് ഒന്ന് മാറിയിട്ടുണ്ട് നമ്മുടെ. അതായത് ഈ പറയുന്ന ഷേപ്പ് ഗ്ലാസ് ട്യൂബിൻ്റെ ഷേപ്പ് ഇവിടുന്ന് ഇങ്ങനെയായി മാറിയെന്ന് മാത്രം. രണ്ടും ഗ്ലാസിൻ്റെ ട്യൂബ് തന്നെയാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, പിന്നെ നമുക്കറിയേണ്ട കാര്യം ഈ ഗ്ലാസ് ട്യൂബിൻ്റെ ഈ പുറകു വശത്ത് അത്യാവശ്യം വീതിയുണ്ട്. അവിടെയാണ് എന്ത് വെച്ചിരിക്കുന്നത്? ഞാൻ ഈ സിങ്ക് സൾഫൈഡ് സ്കീം വെച്ചിരിക്കുന്നത്. ആ സിങ്ക് സൾഫൈഡിൻ്റെ മുകളിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് 3 പോയിൻറ്റ്സ്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. എ ഉണ്ട്, ബി ഉണ്ട്, അതേപോലെ സി. 3 പോയിൻറ്റ്സ് ആണ്. അഥവാ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും കൊടുത്തു കഴിഞ്ഞാൽ ഡിഫ്ലക്ഷൻ ഉണ്ടാവും. അഥവാ ഈ വരുന്ന ആളുടെ വഴിക്ക് ചെറിയ മാറ്റം ഉണ്ടാവും. ഇങ്ങനെ നേരെ പോകുന്ന ആൾ എന്ത് ചെയ്യാം? ചിലപ്പോൾ വേണമെങ്കിൽ ഒന്ന് ഇങ്ങോട്ടോ അല്ലെങ്കിൽ ഇങ്ങോട്ടോ വരാം. നേരെയാണെങ്കിൽ പോയിന്റ് ബിയിലേക്ക് വരും. ഇനി അവരുടെ വഴി മാറിക്കഴിഞ്ഞാലോ വേണമെങ്കിൽ എയിലേക്ക് പോവാം അല്ലെങ്കിൽ സിയിലേക്ക് പോവാം. റെഡി? അപ്പോൾ നമുക്ക് എന്തറിയണം? ഈ പറയുന്ന ആൾക്കാരുടെ ഡിഫ്ലക്ഷൻ എങ്ങനെയാണ് സംഭവിക്കുകയെന്ന് അറിയണം. അതിന് നമുക്ക് എന്തൊക്കെ വേണം? ഒന്ന്, യു ഷുഡ് ഹാവ് ആൻ ഇലക്ട്രിക് ഫീൽഡ്. മറ്റൊന്ന് വേണ്ട എന്താടാ? യു ഷുഡ് ഹാവ് എ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും എങ്ങനെയാണ് കാഥോഡ് റേസിൻ്റെ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഹൗ ദേ ആർ എഫക്റ്റിംഗ് ദ പാത്ത് ഓഫ് ദ കാഥോഡ് റേസ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കടാ. അപ്പോൾ നമുക്കിവിടെ നോക്കേണ്ട കാര്യം, ഞാൻ ഈ പോകുന്ന കാഥോഡ് റേസിൻ്റെ കേസിൽ ഫസ്റ്റ്ലി ഞാൻ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും രണ്ടും ഞാൻ ഓഫ് ചെയ്ത് വെക്കുക. അഥവാ ഫസ്റ്റ് കേസ് ഞാൻ പറഞ്ഞ എന്താ? കേസ് 1 ഞാൻ പറയാൻ പോണത് അവിടെ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് രണ്ടും ഞാൻ എന്ത് ചെയ്തു? ഓഫ് ചെയ്ത് വെച്ചു. രണ്ടും ഓഫാണ്. അങ്ങനെ രണ്ടും ഓഫാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാഥോഡ് റേസ് നേരെ പോകും. എന്നിട്ട് നിങ്ങൾക്ക് എവിടെയാണ് ഈ ഗ്ലോ കിട്ടുക? ദ ഗ്ലോ വിൽ ബി ഒബ്സർവ്ഡ് അറ്റ് പോയിന്റ് ബി. ബിയിൽ കിട്ടും. കാരണം രണ്ടാളും ഞാൻ ഓഫാക്കി വെച്ചിട്ടില്ലേ. അപ്പോൾ ഇത് രണ്ടും ഇതിനെ ബാധിക്കില്ല, എഫക്റ്റ് ചെയ്യില്ല. ഇനി അടുത്ത കേസ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോണത് കേസ് 2 ആണ്. കേസ് 2ൽ ഇലക്ട്രിക് ഫീൽഡ് മാത്രം ഞാൻ ഓൺ ചെയ്ത് വെച്ചു. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് മാത്രം ഓൺ ആക്കി. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എടാ ജസ്റ്റ് നോക്കിക്കോട്ടോ. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന ഇലക്ട്രിക് ഫീൽഡിനെ എങ്ങനെ ബാധിച്ചു നമുക്ക് ചെക്ക് ചെയ്യാം. നോക്കിക്കോട്ടോ, ഇവിടെ ഈ പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് നിൽക്കുന്നത് എവിടെ അല്ലേ? ആ ഇലക്ട്രിക് ഫീൽഡ് ഒരു പ്ലേറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഉണ്ടാവുക. മുകളിലൊരു പ്ലേറ്റ് ഉണ്ടാവും, താഴെ പ്ലേറ്റ് ഉണ്ടായിരിക്കും. ആ പ്ലേറ്റിൽ മുകളിൽ ഞാൻ കാണിച്ചത് പോസിറ്റീവ് ചാർജും താഴെ നെഗറ്റീവ് ചാർജുമാണ്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? ഈ പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് ഓൺ ചെയ്തു. അതിനെ ഓൺ ചെയ്യുന്ന സമയത്ത് ഹീ കുഡ് ഒബ്സർവ് ദാറ്റ്, അദ്ദേഹത്തിന് കാണാൻ പറ്റിയത് ഈ പറയുന്ന കാഥോഡ് റേസ് നേരെ ഇവിടെ വരെ വന്ന് പിന്നെ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടാണ് പോകുന്നത്. അഥവാ പോയിന്റ് എയിലേക്ക് പോയി. അതിനർത്ഥം എന്താ? ഈ വരുന്ന ചാർജ് ഉള്ള പാർട്ടിക്കിൾ അവരുടെ ചാർജ് നെഗറ്റീവാണ് അദ്ദേഹം ഉറപ്പിച്ചു. എന്തുകൊണ്ടെന്നറിയോ? ഈ പോസിറ്റീവ് ചാർജുള്ള പ്ലേറ്റ് മുകളിലല്ലേ കിടക്കുന്നത്. പോസിറ്റീവ് ചാർജ് മുകളിലാണ് എന്നുണ്ടെങ്കിൽ ഇവർ അങ്ങോട്ടല്ലേ വളഞ്ഞു പോയത് അല്ലേ? ഇനി സപ്പോസ് ഈ വരുന്ന ആളുടെ ചാർജ് നെഗറ്റീവ് ആണെങ്കിൽ, പോസിറ്റീവ് ആണെങ്കിൽ അയാൾ താഴേക്കല്ലേ ശരിക്കും വരിക. നമ്മൾ പഠിച്ച കാര്യം എന്താ? നെഗറ്റീവ് ചാർജ് അട്രാക്റ്റ് ചെയ്യുക ആരോടാ? പോസിറ്റീവിനോടാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ വരുന്നയാളുടെ ചാർജ് നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്തേ? ഇവിടുന്ന് ഇങ്ങോട്ട് വളഞ്ഞിട്ട് പോയിന്റ് എയിലാണ് നമുക്ക് എന്ത് കിട്ടിയേ? സ്പാർക്ക് കിട്ടിയേ. സോ ഫ്രം ദാറ്റ് ഒബ്സർവേഷൻ അദ്ദേഹം പറഞ്ഞു എന്ത്? ഈ കാഥോഡ് റേസിൻ്റെ ചാർജ് എന്താ? അത് നെഗറ്റീവ് ചാർജാണ്. എന്താടാ പറഞ്ഞേ? കാഥോഡ് റേസിൻ്റെ ചാർജ് നെഗറ്റീവ് ചാർജ് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. ഓക്കെ, അതേപോലെ അദ്ദേഹം എന്ത് ചെയ്തു? അടുത്ത കേസിൽ അദ്ദേഹം മാഗ്നറ്റിക് ഫീൽഡ് മാത്രം എന്ത് ചെയ്തു? ഓൺ ചെയ്തു. അപ്പോഴോ? അപ്പം നേരെ തിരിച്ചാ. ഈ പറയുന്ന കാഥോഡ് റേസ് നേരെ വളഞ്ഞിട്ട് താഴേക്ക് വന്നു. അഥവാ സി എന്ന് പറഞ്ഞ പോയിന്റ് അദ്ദേഹത്തിന് എന്ത് കിട്ടി?
സ്പാർക്ക് കിട്ടി. അപ്പം ഉറപ്പിച്ച കാര്യം എന്താ, ഈ മറ്റൊരു കാര്യം അറിയേണ്ടത്, യൂഷ്വലി നെഗറ്റീവ് ചാർജുള്ള ആൾക്കാരുടെ കേസിൽ അവർ സൗത്ത് പോളിലേക്കാണ് അട്രാക്ട് ചെയ്യുക. അപ്പോൾ കൂടുതൽ ആളുകളും പറഞ്ഞ കാര്യം, സൗത്ത് പോൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ലൈക്ക് പോസിറ്റീവ് ചാർജ്. സോ പോസിറ്റീവിലേക്കാണ് ആര് വരിക, നെഗറ്റീവ് ചാർജുള്ള ആൾ വരിക. അപ്പോൾ സൗത്ത് പോളിലേക്ക് എന്ത് ചെയ്തു, അതിൻ്റെ ഭാഗത്ത് കൂടെ ഈ ചങ്ങാതി പോയിന്റ് സിയിലേക്ക് പോയി. റെഡി? ഇതാണ് നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു, ആൻഡ് ദ കേസ്, ഇതിപ്പോൾ നമ്മൾ കേസ് 3 ആണ് പറഞ്ഞത് കേട്ടോ, കേസ് 3 ആണ് പറഞ്ഞത്. ഇനിയിപ്പോൾ ഞാൻ പറയാൻ പോണത് കേസ് 4 ആണ്. കേസ് 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്തേ, ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് രണ്ടും ഞാൻ എന്ത് ചെയ്തു, ഓണാക്കി. ഓക്കെ, ഫസ്റ്റ് എന്താ ചെയ്തത്, ഞാൻ ഫസ്റ്റ് രണ്ടും ഓഫാക്കി വെച്ചു. അപ്പോൾ എനിക്ക് എവിടെ കിട്ടി, ബിയിൽ കിട്ടി. അതേസമയം ഞാൻ ഇലക്ട്രിക് ഫീൽഡ് മാത്രം ഓണാക്കിയപ്പം എയിലേക്ക് പോയി. അതേസമയം മാഗ്നറ്റിക് ഫീൽഡ് മാത്രം ഓണാക്കിയപ്പോഴോ സിയിലേക്ക് പോയി. ഓക്കെ, ഇനി മാഗ്നറ്റിക് ഫീൽഡും ഇലക്ട്രിക് ഫീൽഡും രണ്ടും ഞാൻ ഓൺ ചെയ്തു. അതോടൊപ്പം ഈ രണ്ടാൾക്കാരുടെയും സ്ട്രെങ്ത്തിനെ ഞാൻ ബാലൻസ് ചെയ്തു. ആ സമയത്തും എനിക്ക് എവിടെ കിട്ടിയത്, ദ ഗ്രീനിഷ് ഗ്ലോ ഈസ് ഒബ്സർവ്ഡ് അറ്റ് ദ പോയിന്റ് ബി എന്ന് പറഞ്ഞ പോയിന്റിലാണ് എനിക്ക് കാണാൻ വേണ്ടി പറ്റിയത്. റെഡി? അപ്പം നമുക്ക് മനസ്സിലായ കാര്യം, രണ്ടെണ്ണവും അഥവാ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും രണ്ടും നമ്മൾ ഓണാക്കി വെച്ചാലും രണ്ടും നമ്മൾ ഓഫാക്കി വെച്ചാലും ഇവരുടെ പാത്തിന് യാതൊരു മാറ്റവും ഇല്ല. അതേസമയം ഇലക്ട്രിക് ഫീൽഡ് മാത്രം ഓണാക്കി വെക്കുമ്പോഴും മാഗ്നറ്റിക് ഫീൽഡ് മാത്രം ഓണാക്കി വെക്കുമ്പോഴും അവരുടെ പാത്തിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് വൈ ദ പോയിന്റ് ഇൻ പ്രോപ്പർട്ടീസ് നമ്മൾ പറഞ്ഞിരുന്നു. 4ാമത്തെ പ്രോപ്പർട്ടി എന്താ, ദേ ക്യാൻ ബി ഡിഫ്ലക്റ്റഡ് യൂസിങ് ഇലക്ട്രിക് ഫീൽഡ് ഓർ മാഗ്നറ്റിക് ഫീൽഡ്. ഇപ്പോൾ ക്ലിയർ ആയി മനസ്സിലാക്കുന്നു കേട്ടോ. ഞാനിതിൻ്റെ ഒരു പിക്ചറോടെ കാണിച്ചത് നിങ്ങൾക്ക്, നിങ്ങൾ ആ പിക്ചർ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കുക. ഓക്കെ, ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ആ ഒരു പിക്ചറിനകത്ത് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പറ്റും. ശ്രദ്ധിച്ച് നോക്കിയാടാ, ഇതാണൊരു ഗ്ലാസ് ട്യൂബ്. ആ ഗ്ലാസ് ട്യൂബിനകത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, ഒരു മിനിറ്റേ, ഓക്കെ നോക്കൂ, നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, ഈ ഗ്ലാസ് ട്യൂബ് ഇതാ ഇവിടെയുണ്ട്. ഇതേപോലെ ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് രണ്ടിൻ്റെയും പിക്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതേപോലെ ഈ ഗ്രീനിഷ് ഗ്ലോ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ ABC 3 പോയിന്റ് കാണാം. അപ്പോൾ അതാണ് ഞാൻ വരച്ച് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഗ്ലാസ് ട്യൂബിലെ ഷേപ്പ് ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, സോ ഇനി നമുക്ക് ചെയ്യാനുള്ള കാര്യം, ഈ പറയുന്ന എക്സ്പെരിമെൻറ്റിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കിയ ഒരു കാര്യം കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒന്ന് നമ്മൾ പറഞ്ഞു, എന്ത്, ഡിഫ്ലക്ഷൻ എന്തൊക്കെയാണ്, ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിൽ ഡിഫ്ലക്ഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റി. രണ്ടാമത്തെ കാര്യം എന്തായിരുന്നു, ഈ പറയുന്ന ആള് നമ്മൾ പറഞ്ഞു പോസിറ്റീവ് ചാർജിൻ്റെ ഭാഗത്ത് കൂടെയാണ് എന്ത് ചെയ്യണേ, അങ്ങേര് പോകുന്നേ. അപ്പോൾ അതിനർത്ഥം ഇവൻ്റെ ചാർജ് നെഗറ്റീവ് ആയതുകൊണ്ടല്ലേ, ഈ വരുന്ന ആളെ ചാർജ് നെഗറ്റീവ് ആണെങ്കിൽ മാത്രമേ ഇയാൾ പോസിറ്റീവിൻ്റെ ഭാഗത്തേക്ക് പോകാൻ പറ്റുള്ളൂ. ശരിയല്ലേ? അപ്പോൾ ചാർജ് നെഗറ്റീവ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. പിന്നെ പാർട്ടിക്കിൾ നേച്ചർ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റിയത് എങ്ങനെയാണെന്ന് പഠിക്കാനില്ല, തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ, അത് നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ പറയാം. ശരി, ഇനി അദ്ദേഹം മനസ്സിലാക്കിയ ഒരു കാര്യം, അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവർ എന്തൊക്കെ എന്താവാം, ഈ പറയുന്ന ഡിഫ്ലക്ഷൻ അഥവാ വ്യതിയാനം ഉണ്ടാവാം. ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താടാ, വ്യതിയാനം, നേരെ പോകുന്ന ആൾ വളഞ്ഞു പോവുക. അപ്പോൾ അതിൻ്റെ പേരാണെന്ത്, ഡിഫ്ലക്ഷൻ. ആ ഡിഫ്ലക്ഷൻ്റെ എമൗണ്ട്, അപ്പോൾ നമുക്ക് എന്ത് പറയാം, എമൗണ്ട് ഓഫ് ഡിഫ്ലക്ഷൻ. എമൗണ്ട് ഓഫ് ഡിഫ്ലക്ഷൻ എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ഒന്നാമത്തെ കാര്യം, ഇറ്റ് ഈസ് ഡിപ്പെൻഡ് അപ്പോൺ എന്താടാ, ചാർജ് ഓൺ ദ പാർട്ടിക്കിൾ. ചാർജ് ഓൺ ദ പാർട്ടിക്കിൾ, പാർട്ടിക്കിളിൻ്റെ മുകളിലുള്ള ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യും. ഒന്ന് അതാണ്. രണ്ടാമത്തെ കാര്യം, ഇത് ഫീൽഡ് സ്ട്രെങ്ത്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ്, രണ്ടിൻ്റെയും സ്ട്രെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. മൂന്നാമത്തെ കാര്യം എന്താണ്, ഇത് മാസ് ഓഫ് ദ പാർട്ടിക്കിളിനെയും ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, മാസ് ഓഫ് ദ പാർട്ടിക്കിൾ. മനസ്സിലാക്കേണ്ട കാര്യം, എങ്ങനെയാണ് ഇതിൻ്റെ ഡിപ്പെൻഡൻസ് മനസ്സിലാക്കണം. ഇത് മൂന്നും ഡിപ്പെൻഡ് ചെയ്യും, ചാർജ്, സ്ട്രെങ്ത്, മാസ്, ഇത് മൂന്നിനും ഡിപ്പെൻഡ് ചെയ്യും. സോ ഹൗ ദേ ആർ ഡിപ്പെൻഡിങ്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യണ്ടേ. സോ നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. അതായത് പാർട്ടിക്കിളിൻ്റെ ചാർജ് കൂടിയാൽ എന്ത് കൂടും, ഡിഫ്ലക്ഷൻ കൂടും. ഓക്കെ, ഡിഫ്ലക്ഷൻ കൂടും. അതിനർത്ഥം എന്താ, ഞാൻ പറഞ്ഞതിനർത്ഥം നിങ്ങളുടെ പാർട്ടിക്കിളിൻ്റെ മുകളിലെ ചാർജ് കൂടിയാൽ
അത് നെഗറ്റീവ് അല്ലേ? ഇപ്പം നെഗറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യും? നെഗറ്റീവ് നല്ലോണം അട്രാക്റ്റ് ചെയ്യും പോസിറ്റീവിലേക്ക്. അപ്പം നല്ലോണം വളഞ്ഞു പോകില്ലേ? ശരിയല്ലേ? ഇനി മറ്റൊന്ന്, നിങ്ങളുടെ സ്ട്രെങ്ത് ഓഫ് ദ ഫീൽഡ്, നിങ്ങൾ കൊടുക്കുന്ന ഫീൽഡ്, അപ്പോൾ ഇതാ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിലും അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിലും രണ്ടിൻ്റെയും സ്ട്രെങ്ത് കൂടിയാൽ അപ്പോഴും എന്ത് കൂടും? ഡിഫ്ലക്ഷൻ കൂടും. ശരിയല്ലേ? അപ്പം നമുക്ക് എന്ത് പറയാം? ഇതും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ഡിഫ്ലക്ഷൻ ആണ് അല്ലേ? കാരണം ഇത് കൂടിയാൽ ഡിഫ്ലക്ഷൻ കൂടും. മറ്റൊന്ന് മാസ് ഓഫ് ദ പാർട്ടിക്കിൾ. ഒന്നാലോചിച്ചോക്കട്ടെ, നിങ്ങൾ ഒരു മാസ് കൂടിയ ഒരാളും മാസ് കുറഞ്ഞ ഒരാളും ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ താഴേക്കിട, സപ്പോസ് ഞാനിപ്പം ഒരു 5 രൂപയുടെ ഒരു കോയിൻ എടുത്തു, മറ്റേ കയ്യിൽ ഞാൻ തൂവലെടുത്തു. അപ്പോൾ ഞാൻ രണ്ടിനെയും താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം 5 രൂപയുടെ കോയിൻ അത്യാവശ്യം വെയിറ്റുള്ള സാധനമാണ് അല്ലേ? സോ അതെന്ത് ചെയ്യും? നേരെ താഴേക്ക് വരും. അതിന് ഡിഫ്ലക്ഷൻ ഒന്നുമില്ല, നേരെ താഴേക്ക് വരും. എന്നാൽ ഞാൻ തൂവലിട്ട് കഴിഞ്ഞാലോ ആ തൂവൽ കറക്റ്റ് താഴേക്ക് വരൂ? ഇല്ല, അതിങ്ങനെ വളഞ്ഞിട്ടൊക്കെ വരുള്ളൂ. കാരണം എന്താ? തൂവലിന് മാസ് കുറവാണ്. മാസ് കുറവുള്ള ആളാണെങ്കിൽ അയാളുടെ പാത്തിന് ഡിഫ്ലക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതിനർത്ഥം മാസ് ഓഫ് ദ പാർട്ടിക്കിൾ കൂടിയാൽ എന്താ സംഭവിക്കുക? ഡിഫ്ലക്ഷൻ കുറയല്ലേ ചെയ്യുക? ഓക്കെ, ഡിഫ്ലക്ഷൻ കുറയും. വിച്ച് മീൻസ് ഇത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ബാക്കി രണ്ടെണ്ണം എന്താ? ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ്. അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കിയ കാര്യം, എമൗണ്ട് ഓഫ് ഡിഫ്ലക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സിൽ 2 എണ്ണം ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണെന്നും മറ്റൊന്ന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണെന്നും അദ്ദേഹം മനസ്സിലാക്കി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഒരു എമൗണ്ട് ഓഫ് ഡിഫ്ലക്ഷൻ്റെ കാര്യം ഒന്ന് മാർക്ക് ചെയ്യുക. ഞാൻ ഇവിടേക്ക് മാറ്റി എഴുതിയിട്ടുണ്ട്, ശ്രദ്ധിക്കുക. എമൗണ്ട് ഓഫ് ഡിഫ്ലക്ഷൻ ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ചാർജ് ഓൺ ദ പാർട്ടിക്കിൾ and directly proportional to strength of the electric field or magnetic field and inversely proportional to mass of the particle. Ready? അപ്പോൾ 2 എണ്ണം പ്രൊപ്പോർഷനിലാണ്, ഒന്ന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇവിടെ നിന്നുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യം ശ്രദ്ധിക്കാം. ഞാൻ അടുത്ത പേജിലേക്ക് പോവാണ്. ഓക്കെ, നമുക്ക് സ്പെസിഫിക് ചാർജിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യണം. അതും കണ്ടുപിടിച്ചത് ആര് തന്നെയാടാ? നമ്മുടെ തോംസൺ തന്നെയാണ് അതും കണ്ടുപിടിച്ചിരിക്കുന്നത്. അതിൻ്റെ പേരെന്താ പറഞ്ഞാൽ ഞാൻ സ്പെസിഫിക് ചാർജ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് സ്പെസിഫിക് ചാർജ്? സ്പെസിഫിക് ചാർജ് എന്താണ് എന്ന് നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഓക്കെ, സ്പെസിഫിക് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ചാർജ് ഡിവൈഡഡ് ബൈ മാസ് ആണ്. അഥവാ ഒരാളുടെ ചാർജിനെ അയാളുടെ മാസ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന സാധനത്തിൻ്റെ പേരാണ് എന്ത്? സ്പെസിഫിക് ചാർജ് എന്ന് വിളിക്കുക. സോ ഇലക്ട്രോണിൻ്റെ കേസിൽ അത് കണ്ടുപിടിച്ച ആരാടാ? ഇറ്റ് ഈസ് ഡിസ്കവേർഡ് ബൈ ജെ തോംസൺ. റെഡി? സോ അദ്ദേഹം എങ്ങനെ കണ്ടുപിടിച്ചു എന്നുള്ളത് നമുക്ക് ആ ഒരു എക്സ്പെരിമെൻ്റ് നമുക്ക് പഠിക്കാനൊന്നുമില്ല കാര്യങ്ങൾ. തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ച പിക്ചറില്ലേ, അവിടെ നിന്ന് അദ്ദേഹത്തൊക്കെ പഠിച്ചിരിക്കുന്നത് കേട്ടോ. നമുക്കതിൻ്റെ എന്ത് ചെയ്യാം? ജസ്റ്റ് അതിൻ്റെ വാല്യൂലേക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അഥവാ സ്പെസിഫിക് ചാർജ് ഓഫ് ഇലക്ട്രോൺ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നോക്കിക്കടാ, സ്പെസിഫിക് ചാർജ് ഓഫ് ഇലക്ട്രോണിൻ്റെ കേസിലുള്ള സ്പെസിഫിക് ചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? ചാർജ് ഓഫ് ഇലക്ട്രോൺ അല്ലേ, നമ്മളിതാ ഒരാളുടെ ചാർജ് ബൈ മാസ് അല്ലേ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇലക്ട്രോണിക്സ് പറയുമ്പോൾ എന്ത് ചെയ്യണം? ഇലക്ട്രോണിൻ്റെ ചാർജ് നമ്മൾ ഇ എന്നാണ് കാണിക്കുക, ഡിവൈഡഡ് ബൈ ആൻഡ് ദ മാസ് ഓഫ് ഇലക്ട്രോൺ നമ്മൾ എന്ത് ചെയ്തു? അത് കാണിക്കാൻ വേണ്ടി നമ്മൾ എം എന്ന് വെച്ചാൽ എന്താ? മാസ്സാണ്. സോ അതിന് താഴെ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇ എന്ന് കൊടുക്കുക. വിച്ച് മീൻസ് എന്താ വായിക്കുക? അത് മാസ് ഓഫ് ഇലക്ട്രോൺ എം ഇ എന്ന് എഴുതണം. അഥവാ വലുതാക്കി എഴുതാൻ പാടില്ല. എം എന്നതിന് ശേഷം അതിനെ താഴെ ചെറുതാക്കി നമ്മൾ പറയുന്നത് പേരെന്താ? സബ്സ്ക്രിപ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? യു ഹാവ് ടു പുട്ട് ഇ. റെഡി? സോ ഇ ബൈ എം ഇ ആണ് നമ്മൾ പറയുക. എന്തിന്? സ്പെസിഫിക് ചാർജ് ഓഫ് ഇലക്ട്രോൺ ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ സിമ്പിൾ ഇ ബൈ എം ഇ. ഓക്കെ, ഇനി നോക്കിക്കേടാ, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം അതിൻ്റെ വാല്യൂ ആണ്. സോ സ്പെസിഫിക് ചാർജ് ഓഫ് ഇലക്ട്രോൺ ഇ ബൈ എം ഇ ഈസ് ഈക്വൽ ടു 1.7588 ഇൻറ്റു 10⁻11 കൂളോം പെർ കിലോഗ്രാം എന്നതാണ് അതിൻ്റെ വാല്യൂ. റെഡി? അതങ്ങ് പഠിച്ചു വയ്ക്കുക. എന്താ പഠിക്കണ്ടേ? The specific charge of electron has a value which is equal to 1.7588 into 10⁻11 കൂളോം പെർ കിലോഗ്രാം എന്നതാണ്. ഇനി നിങ്ങൾ ഈ പറയുന്ന കൂളോം പെർ കിലോഗ്രാം എന്നുള്ളത് മാറ്റിയിട്ട് കൂളോം പെർ ഗ്രാം ആക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴെന്തായിരിക്കും വരാമെന്നറിയോ? 1.7588 into 10⁻8 കൂളോം പെർ ഗ്രാം. ഗ്രാമിൽ പറയുകയാണെങ്കിൽ അങ്ങനെയും കൂടെ വരും. ഇതൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു ക്ലാസ്സിലല്ലേ, എങ്ങനെയാണ് കിലോഗ്രാം ഗ്രാം ആവുക എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ.
നമുക്ക് ഓർമ്മയുണ്ടോ? ശ്രദ്ധിക്കുക ആ കാര്യങ്ങൾ കേട്ടോ. ജസ്റ്റ് ഒന്ന് നമ്മുടെ ബേസിക്സ് നമ്മൾ പറഞ്ഞ ഭാഗത്ത് പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കിലോ എന്ന് പറഞ്ഞാൽ 1000 ആണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. സോ അത് വെച്ചൊന്ന് ചിന്തിച്ച് നോക്കാം. ഓക്കെ, സോ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. റെഡി? സോ സ്പെസിഫിക് ചാർജിൻ്റെ ഈ ഒരു വാല്യൂ നിങ്ങൾ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും കാണാതെ പഠിച്ചു വെക്കണം. ഓക്കെ, ചില ബുക്സിലൊക്കെ എന്ത് ചെയ്യാം, ഇവിടെ നെഗറ്റീവ് ചാർജ് കാണാം. നെഗറ്റീവ് ഉണ്ടെങ്കിൽ തെറ്റൊന്നുമില്ല, കാരണം ഇലക്ട്രോണിൻ്റെ ചാർജ് എന്താണ്? നെഗറ്റീവാണ്. സോ യു ക്യാൻ പുട്ട് ദാറ്റ് നെഗറ്റീവ് ചാർജ് ഇൻ ഫ്രണ്ട് ഓഫ് ദിസ് വാല്യൂ. തെറ്റൊന്നുമില്ല കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ള മറ്റൊരു കാര്യം, എടാ ഈ ചാർജ് ബൈ മാസ് അല്ലേ നമുക്കുള്ളത്? ആ ചാർജിൻ്റെയും മാസിൻ്റെയും കൂടെ റേഷ്യോ ആണ് ഈ കാണുന്ന വാല്യൂ അല്ലേ? അപ്പോൾ എന്തായിരിക്കും ചാർജ്, എന്തായിരിക്കും മാസ്? നമുക്ക് നോക്കണ്ടേ? അപ്പോൾ എന്ത് ചെയ്തു, ഈ തോംസൺ ഇത് കണ്ടുപിടിച്ച സമയത്ത് തന്നെ അതേ സമയം മറ്റൊരാൾ, അഥവാ അങ്ങേരുടെ പേര് R.A. മില്ലിക്കൺ എന്നാണ്. സോ അങ്ങേര് എന്ത് ചെയ്തു, ബൈ യൂസിങ് ഹിസ് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റ്, അദ്ദേഹം നടത്തിയ ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട്. അതിൻ്റെ പേരാണടാ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റ്. ഓക്കെ, ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്ന എക്സ്പെരിമെൻ്റ് വഴി ഒരു സയൻറ്റിസ്റ്റ്, സോ ഹിസ് നെയിം ഈസ് R.A. മില്ലിക്കൺ. R.A. മില്ലിക്കൺ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്. സോ അങ്ങേര് എന്ത് ചെയ്തു, അങ്ങേര് ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടുപിടിച്ചു. ഓക്കെ, ഇലക്ട്രോണിൻ്റെ ചാർജ്, ദ ചാർജ് ഓഫ് ഇലക്ട്രോൺ E is equal to, അതിൻ്റെ വാല്യൂ എത്ര എന്നറിയോ? -1.6 ഇൻറ്റു 10⁻⁻19 കൂളോമാണ് അതിൻ്റെ വാല്യൂ. എത്രയാണ് വാല്യൂ പറഞ്ഞാൽ? 1.6 ഇൻറ്റു 10⁻⁻19 കൂളോം. ഇതും പഠിച്ചു വെക്കണം. മനസ്സിലാക്കേണ്ട കാര്യം, ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ് ആയതുകൊണ്ടാണ് നമ്മൾ നെഗറ്റീവ് ഇവിടെ കാണിക്കുന്നത്. ഇൻ പ്രോബ്ലംസ് നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഈ നെഗറ്റീവ് നിങ്ങൾ കാണിക്കേണ്ട ആവശ്യം ഇല്ല. നിങ്ങൾക്കറിയാം ചാർജ് ഓഫ് ഇലക്ട്രോൺ നെഗറ്റീവ് ആണെന്ന്. സോ അത് മനസ്സിൽ വെച്ചാൽ മതി, പ്രോബ്ലം ചെയ്യുന്നതിൻ്റെ ആവശ്യം ഇല്ല. ഓക്കെ, അങ്ങനെ ചാർജ് ഓഫ് ഇലക്ട്രോൺ നമുക്ക് കിട്ടി. അപ്പോൾ എന്തൊക്കെ കിട്ടി നമുക്കിപ്പം? E/m⁸ വാല്യൂ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇൻ്റെ വാല്യൂ ഇപ്പോൾ കിട്ടി. എടാ ഇത് രണ്ടും നമുക്കറിയാമെങ്കിൽ, ഇഫ് യു നോ ദ ഇ വാല്യൂ ആൻഡ് E/m⁸ വാല്യൂ, ഇത് രണ്ടും അറിയാമെങ്കിൽ ബൈ യൂസിങ് ബോത്ത് ഓഫ് ദീസ് തിങ്സ് യു ക്യാൻ കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് ഇലക്ട്രോൺ. കണ്ടൂടെ? അപ്പം നോക്കാം. സോ എന്ത് ചെയ്തു എന്നറിയോ? ഈ പറയുന്ന ഇ വാല്യൂ, E/m⁸ വാല്യൂ അദ്ദേഹം ഉപയോഗിച്ചു. സോ ബൈ യൂസിങ് ദിസ് മാസ് ഓഫ് ഇലക്ട്രോൺ ക്യാൻ ബി കാൽക്കുലേറ്റഡ്. എന്താ ചെയ്യേണ്ടതെന്നറിയോ? ചാർജ് ഓഫ് ഇലക്ട്രോൺ ഡിവൈഡഡ് ബൈ സ്പെസിഫിക് ചാർജ് നമ്മൾ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും എന്നറിയോ? മാസ് ഓഫ് ഇലക്ട്രോൺ കിട്ടും. എങ്ങനെയെന്നാ ചെക്ക് ചെയ്യാം നമുക്ക്. ഓക്കെ, ജസ്റ്റ് നോക്കിക്കടാ. ഇവിടെ ചാർജ് ഓഫ് ഇലക്ട്രോൺ ഈസ് റെപ്രസെൻറ്റഡ് ബൈ ഇ അല്ലേ? ഓക്കെ, ഡിവൈഡഡ് ബൈ വാട്ട് ഈസ് സ്പെസിഫിക് ചാർജ്? E/m⁸. സോ E ഡിവൈഡഡ് ബൈ m⁸. നമ്മൾ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തടാ ഈ പറയുന്ന ഇയും കട്ടായി പോകില്ലേ? അപ്പോൾ താഴെയുള്ള m⁸ എന്ത് ചെയ്യും? മുകളിലേക്ക് വരും. നമുക്ക് പഠിച്ചിട്ടില്ല ആ കാര്യം അല്ലേ? അപ്പം നമുക്ക് എന്ത് ചെയ്യാം? നേരെ ആ വാല്യൂ കൊടുക്കാം. നോക്കുക അല്ലേ? ജസ്റ്റ് നോക്കുക. ഇവിടെ ഇൻ്റെ വാല്യൂ എത്രയാണ്? 1.6 ഇൻറ്റു 10⁻⁻19 കൂളോംബാണ്. താഴെ ആരല്ലേ? E/m⁸ ആണ്. E/m⁸ എത്രയാണ്? 1.7588 ഇൻറ്റു 10⁻11 കൂളോം പെർ കിലോഗ്രാം ആണ്. ഓക്കെ, അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്താ മനസ്സിലാക്കാൻ പറ്റുക? ഇവിടെ കൂളോമ്പും കട്ടായി പോകും. പിന്നെ താഴെ കിലോഗ്രാം ഉണ്ട്, കിലോഗ്രാം മുകളിലേക്ക് വരും. അപ്പം നമുക്ക് മാസ് എന്തെല്ലാം കിട്ടുക? യു വിൽ ഗെറ്റ് ദ മാസ് ഇൻ കിലോഗ്രാം. ഓക്കെ, അപ്പോൾ ഞാനിതിനെ മൊത്തത്തിലൊന്ന് ചെറുതാക്കി സൈഡിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. സോ നിങ്ങൾ ശ്രദ്ധിക്കാം. ഓക്കെ, നമുക്കൊന്ന് മാറ്റിയിട്ട് സൈഡിലേക്ക് മാറ്റി വെക്കാം. അതിൻ്റെ ബാക്കി ഞാൻ ഇവിടെ ചെയ്തുതരാം. അഥവാ നമ്മൾക്ക് ഇനി കിട്ടേണ്ട വാല്യൂ, ഫൈനൽ വാല്യൂ അഥവാ മാസ് ഓഫ് ഇലക്ട്രോണിൻ്റെ വാല്യൂ കിട്ടിയ എത്രയെന്നറിയോ? ഇൻ കിലോഗ്രാം എത്ര കിട്ടുമെന്നറിയോ? 9.1 ഇൻറ്റു 10⁻⁻31 കിലോഗ്രാം ആണ്. അഥവാ ഇലക്ട്രോണിൻ്റെ മാസ് നിങ്ങൾ കിലോഗ്രാമിൽ പറയുമ്പം 9.1 ഇൻറ്റു 10⁻⁻31 ആണ്. അതായത് അത്രയും ചെറുതാണ് ഇലക്ട്രോണിൻ്റെ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വളരെ ചെറുതായിട്ടുള്ള അല്ലെങ്കിൽ മാസ് കുറവുള്ള അഥവാ ലൈറ്റസ്റ്റ് പാർട്ടിക്കിളാണ്. അഥവാ സബാറ്റോമിക് പാർട്ടിക്കിൾസിൽ ഏറ്റവും മാസ് കുറവുള്ള ആളാണ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റെഡി? അപ്പോൾ മൈനസ് അഥവാ -31 എന്ന് പറഞ്ഞാൽ അത്രയും ചെറുത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ?
ശരി, ഇനി നമുക്ക് ഈ പറയുന്ന ഇലക്ട്രോണിൻ്റെ മാസ് കിട്ടി, അതേപോലെ ഇലക്ട്രോണിൻ്റെ ചാർജ് കിട്ടി. എത്രയാടാ? 1.6 ഇൻറ്റു 10⁻⁻19 കൂളോംബാണ്. അത് കിട്ടി. അതേപോലെ E/me വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. E/me എത്രയാ? 1.7588 ഇൻറ്റു 10⁻11 കൂളോം പെർ കിലോഗ്രാം. അപ്പോൾ ഇലക്ട്രോണുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 3 വാല്യൂസ്, ഇത് 3 നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കൽ മസ്റ്റാണ്. ഓക്കെ, അപ്പോൾ 3 വാല്യൂസും കൃത്യമായിട്ട് പഠിക്കണം. ഇത് നിങ്ങളതിൽ മറന്നു പോണ അവസ്ഥ ഉണ്ടാവരുത്. ഇടയ്ക്കൊക്കെ എഴുതി നോക്കിയും വേണം, എങ്കിലേ എന്ത് ചെയ്യുള്ളൂ, അത് മനസ്സിൽ നിൽക്കുള്ളൂ. ഓക്കെ, അപ്പോൾ അത് നിർബന്ധമായിട്ടും പഠിക്കുക, ഇടയ്ക്ക് എഴുതി നോക്കുകയും കൂടെ ചെയ്യാം. ശരി, ഓക്കെ. അപ്പോൾ ഇലക്ട്രോണുമായി ബന്ധപ്പെട്ട ഒരുവിധം കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാടാ? തോംസൺ ആണ്. അതേപോലെ തന്നെ ഇലക്ട്രോണിൻ്റെ മാസ് നമുക്ക് എത്രയെന്ന് കിട്ടി? 9.1 ഇൻറ്റു 10⁻31 കിലോഗ്രാം ആണ്. ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടുപിടിച്ചത് RA മില്ലിക്കൺ ആണ്. ഓക്കെ, പിന്നെയോ ഇലക്ട്രോണിൻ്റെ E/me വാല്യൂ കണ്ടുപിടിച്ചത് ആരാ? അത് J തോംസൺ ആണ്. ശരി, സോ നമുക്കിതെല്ലാം കഴിഞ്ഞു. ഇലക്ട്രോണുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതേപോലെ എന്ത് പറയാനുണ്ട്? പ്രോട്ടോണിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരാണ് എന്നും അതുമായി ബന്ധപ്പെട്ടതിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണെന്നും പ്രോട്ടോണിൻ്റെ പഴയ പേരെന്താണെന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. നമ്മൾ പറഞ്ഞിരുന്നു കാഥോഡ് റേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ പഴയ പേരാണ്. ഇപ്പോൾ നമ്മളെന്താ വിളിക്കുന്നത്? ഇലക്ട്രോൺ. പണ്ട് അദ്ദേഹം വിളിച്ച പേരെന്താ? കാഥോഡ് റേസ് എന്ന് വിളിച്ചിരുന്നേ. ആര്? തോംസൺ വിളിച്ചിരുന്നു കേട്ടോ. ഓക്കെ, സോ നമുക്കിനി ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ശരി, ഓക്കെ, താങ്ക് യു.